എല്ലാവരും കാത്തിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായം PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അല്പനേരം മുൻപ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയും ലഭിക്കാത്തവർ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അവർക്ക് വരുന്ന മിനിറ്റുകളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ ഇവരുടെ അക്കൗണ്ടിലേക്കും 2000 രൂപ എത്തിച്ചേരുന്നതായിരിക്കും. രാജ്യമെമ്പാടുമുള്ള കർഷകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി സംസാരിച്ചു. ഈ ഒരു വേളയിൽ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് 19ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണവും പ്രധാനമന്ത്രി നിർവഹിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെയാണ് ഈ ആനുകൂല്യം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക. ആധാറുമായിട്ട് CD ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് നിലവിൽ ഈ ഒരു ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധിയിൽ നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് 18 ഗഡുക്കളായിരുന്നു, 36,000 രൂപ. ഈ ഒരു 2000 കൂടി ആകുമ്പോഴേക്കും നമുക്ക് 38,000 രൂപ സാമ്പത്തിക സഹായമായിട്ട് അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, നിലവിൽ കർഷകരെല്ലാവരും കാത്തിരിക്കുന്ന ഈ ജനപ്രിയ സഹായം ഇപ്പോൾ ഓരോ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വരുന്ന മണിക്കൂറുകളിലെല്ലാം പലരുടെയും അക്കൗണ്ടിലേക്ക് തുക ഇതുവരെ ലഭ്യമാകാത്ത കർഷകരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ ആനുകൂല്യം നിരവധി കർഷകർക്ക് ഈ പ്രാവശ്യം മുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതെന്ത് കാരണത്താലാണ് എന്നുകൂടി കൃത്യമായിട്ട് നിങ്ങൾ അറിയേണ്ടതുണ്ട്. നമ്മൾ ഈ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന കർഷകർ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ കൈകാര്യം ചെയ്യുന്ന കർഷകരായിരിക്കണം. സ്ഥലത്തിൻ്റെ കരമടയ്ക്കുന്ന കാര്യങ്ങൾ മുതൽ അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗ് എന്ന് പറയുന്ന നമ്മുടെ കൃഷിഭൂമിയുടെ വേരിഫിക്കേഷൻ അത് വിജയകരമായിട്ട് പൂർത്തീകരിച്ച കർഷകരായിരിക്കണം. അത് കൃത്യമായിട്ട് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ലാൻഡ് സീഡിംഗ് എന്നുള്ളത് യെസ് എന്ന് കാണാൻ സാധിക്കും. ഇനി അതല്ല എങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കടമ്പ ഇതിൻ്റെ ഒറ്റത്തവണ പുതുക്കൽ പ്രക്രിയയാണ്. അതിന് ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന ഒരു സംവിധാനമാണുള്ളത്. നമുക്കടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ എത്തിച്ചേർന്ന ബയോമെട്രിക് സംവിധാനം വഴി, കോമൺ സർവീസ് സെൻറ്ററുകൾ വഴിയൊക്കെ ഇതിനുള്ള സംവിധാനമുണ്ട്. ഇനി അതല്ല എങ്കിൽ സ്മാർട്ട് ഫോൺ വഴി നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ആധാർ അധിഷ്ഠിത OTP സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഇത് കർഷകർ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. പിന്നീട് അങ്ങോട്ട് നമുക്ക് ഈ ധനസഹായം മുടങ്ങാതെ ലഭിക്കും. എല്ലാ വർഷവും ഈ പുതുക്കൽ കൊണ്ടുവരുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. എങ്കിലും നിലവിൽ ആ ഒരു സംവിധാനം ആയിട്ടില്ല. ഒറ്റത്തവണ ഇത് പുതുക്കിയാൽ മതി. ഈ സ്റ്റാറ്റസൊക്കെ പരിശോധിക്കുമ്പോൾ ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇനി അത് മാത്രമല്ല, കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ഇപ്പോൾ ലഭിച്ച കർഷകർ ശ്രദ്ധിക്കുക. ഇത് മാത്രമല്ല നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന വായ്പാ പദ്ധതി അത് നമുക്ക് കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളതാണ്. 4% മാത്രം വാർഷിക പലിശ നിരക്കിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായം കൂടിയാണിത്. അതുമാത്രമല്ല, ഓരോ വർഷവും കൃത്യമായിട്ട് ഇത് പുതുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും കേന്ദ്ര സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേക പെൻഷൻ പദ്ധതികൾ, അതും 40 വയസ്സ് വരെ പ്രായമുള്ള വീട്ടിലെ അംഗങ്ങൾക്കായിരിക്കും അതിൽ ചേരാൻ സാധിക്കുക. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. അങ്ങനെ വരുമ്പോൾ 60ാം വയസ്സിൽ അവർക്ക് ലഭിക്കുക 3000 രൂപ വീതമുള്ള മാസ പെൻഷനായിരിക്കും. അത് സുനിശ്ചിതമാണ്. ഇനി അത് മാത്രമല്ല, ഇതൊരു പങ്കാളിത്ത പെൻഷൻ ആയതുകൊണ്ട് ഒരു അംശാദായം നമ്മൾ ഇതിലേക്ക് അടയ്ക്കേണ്ടി വരും. അതിന് തുല്യവിഹിതം കേന്ദ്ര സർക്കാരും നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ ജനപ്രിയ പദ്ധതി ആനുകൂല്യങ്ങളുടെ എല്ലാം അംഗങ്ങളാവുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇനി കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ലഭിക്കാനുള്ളവരുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കമൻറ്റിലിടുക. ഇനി ലഭിച്ചവർ ആ കാര്യം കൂടി കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അതൊരാശ്വാസമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ വിവിധ ഇൻഫർമേറ്റീവ് വീഡിയോ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.